മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ആരോപണങ്ങൾ തള്ളി ഇലക്ഷൻ കമ്മീഷൻ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് 50,000-ൽ പരം വോട്ടുകൾ കൂടുതലായി ചേർത്തതെന്ന് കമ്മീഷൻ. ഇത്തരം ആരോപണങ്ങൾ ഒഴിവാക്കണമെന്ന് കമ്മീഷൻ കോൺഗ്രസിന് നൽകിയ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പി ബസന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ പരാതികൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി എന്താണ്? കോൺഗ്രസ് വലിയൊരു ആരോപണമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം നൽകിയത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് സംസ്ഥാനത്താകമാനം തന്നെ ഏകദേശം 50 ലക്ഷത്തിലധികം വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർത്തിരുന്നു എന്നുള്ളതാണ്. 50 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം ഏകദേശം 50,000-ൽ പരം വോട്ടുകൾ ചേർത്തിരുന്നു. ഇതിൽ 47 എണ്ണത്തിലും BJP ആണ് ജയിച്ചത്, അല്ലെങ്കിൽ BJPയും സഖ്യകക്ഷികളുമാണ് ജയിച്ചത് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചത്. ഈ ആരോപണങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുന്നത്. ആകെ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് 50,000-ൽ പരം വോട്ടുകൾ ചേർത്തിട്ടുള്ളത്. ഇതിൽ തന്നെ അതുകൊണ്ട് തന്നെ 47-ലധികം മണ്ഡലങ്ങളിൽ BJPയും സഖ്യകക്ഷികളും ജയിച്ചു എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. മാത്രമല്ല, കൂടുതലായി സംസ്ഥാനത്ത് ചേർത്തത് ഏകദേശം 40,81,229 വോട്ടുകളാണ്. ഇതിൽ തന്നെ ഏകദേശം 26,46,46,608 പേർ 18-നും 29-നും ഇടയ്ക്ക് പ്രായമുള്ള പുതിയ യുവ വോട്ടർമാരാണ്. ഇത്തരം ഈ ഒരു പ്രവണത സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അതായത് ജനാധിപത്യത്തിൽ പുതിയ വോട്ടർമാർ വരുന്നു എന്നുള്ളത്. മാത്രമല്ല, ഒഴിവാക്കിയ വോട്ടുകളുടെ എണ്ണവും വലിയ തോതിൽ കോൺഗ്രസ് പെരുപ്പിച്ച് കാണിച്ചിരുന്നു. ഇതും ശരിയല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ആകെ ഒഴിവാക്കിയത് 8,391 വോട്ടുകളാണ്. അതായത് ഒരു മണ്ഡലത്തിൽ ശരാശരി 2,779 വോട്ടുകൾ. ഇതാകട്ടെ പലതും മരണവും സ്ഥലമാറ്റം മൂലമോ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകളോ ആണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. വൈകിട്ട് 5 മണിക്ക് ശേഷം പോളിംഗ് ശതമാനം കൂടി എന്നുള്ളൊരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുന്നു. കാരണം ഫോം 17C പ്രകാരം ഓരോ ബൂത്തിലെയും വോട്ടിന്റെ കണക്കുകൾ അതാത് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരെ ഏൽപ്പിക്കുന്നതാണ്. അതനുസരിച്ചിട്ട് കണക്കുകൾ തിട്ടപ്പെടുത്താവുന്നതാണെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് നൽകിയ മറുപടി പറയുന്നത്. ശരി, ബി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.